ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ചെയ്യുന്നത്. പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഒരു നിമിഷം ഈ നല്ല ഞായറാഴ്ചയുടെ പകലിൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ എല്ലാം കർത്താവിന്റെ സ്നേഹം നടച്ചാട്ടെ. അസ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. നൽകി തന്ന ഈ നല്ല സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങേ ആരാധിക്കുന്ന പിതാവേ, അങ്ങ് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. സ്വർഗമയെ സമർപ്പിക്കുന്നു. പരിശുദ്ധനെ അങ്ങയുടെ പാദകൃത്യങ്ങളിലേക്ക് കടന്നു വരുന്നു. സ്വർഗീയ കർത്താവെ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഈ ഞായറാഴ്ച സ്വർഗം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പകൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ പകലാണ്. കർത്താവെ, നന്മയുടെ പകലാണ്. കർത്താവ്, ഞങ്ങൾ ചില വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്ന പകലാണ്. കർത്താവ്, ഞങ്ങൾ നന്മകൾ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന പകലാണ്. ആത്മാർത്ഥമായി ദൈവം ചെയ്ത സ്നേഹത്തെ ഒരു നിമിഷം കർത്താവിനെ മഹത്വപ്പെടുത്തുക. സ്വർഗമേ മഹത്വം തരിക. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധനെ സമർപ്പിക്കുന്നു. പരിശുദ്ധനെ സമർപ്പിക്കുന്നു. ഞായറാഴ്ച കർത്താവിനെ കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ അങ്ങിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും കണ്ണുകളെ അടച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ സ്ഥാനത്തിലേക്ക് അവൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവമാണ്. കർത്താവ് നമുക്ക് വേണ്ടി അടയാളങ്ങളെ ചെയ്ത ദൈവമാണ്. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം എല്ലാ ദൈവമക്കളും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ ഒരു പകൽ ദൈവം നമുക്ക് ദാനമായി നൽകി തന്ന പകലാണ്. ഈ ഒരു പകൽ ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത പകലാണ്. രാത്രി നമുക്ക് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്ന കർത്താവെ, അങ്ങ് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അങ്ങയുടെ നീതി ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. സകല മഹത്വത്തിനും ഉടയവനായ കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വത്തിന്റെ കർത്താവെ പ്രത്യാശയായി ക്രിസ്തുവിനെ സ്തുതിക്കുവാൻ ഈ ഞായറാഴ്ചയുടെ പകലടിയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, സമർപ്പിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവ്, അടിയങ്ങൾക്ക് വേണ്ടി ക്രൂശീകരിക്കപ്പെട്ടപ്പോൾ, അടിയങ്ങൾക്ക് വേണ്ടി കർത്താവ് ശാപമായി അറുക്കപ്പെട്ടപ്പോൾ, കർത്താവെ കുഞ്ഞാടിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നപ്പോൾ, ശീല പോലെ തന്റെ ശരീരത്തെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് കീറിയപ്പോൾ, മുറിവേറ്റപ്പോൾ ഞങ്ങളുടെ സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവ്, മനസ്സിലാക്കുന്ന കർത്താവ്, എനിക്ക് നിങ്ങൾക്കും വേണ്ടി അറുക്കപ്പെട്ട കർത്താവിന്റെ ആ മഹത്തായ സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങൾ വന്ന് അടുത്തു എന്ന് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്ടത്. ഈ ഒരു നല്ല സമയം സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ഈ ഒരു നല്ല സമയം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. വളരെ പ്രാർത്ഥന, വളരെ പ്രാർത്ഥന. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഇന്ന് രാത്രിയിൽ ആ ഹൃദയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായും സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കും. തമ്പുരാനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിക്കുന്നു. തമ്പുരാനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിക്കുന്നു. എന്റെ പാദപിടുത്തത്തിലേക്ക് കടന്നു വരിക. സൃഷ്ടികളിൽ ഞങ്ങളുടെ കരവിരുത്, അത്ഭുതമാകുന്ന എന്റെ കർത്താവിന്റെ കരവിരുത് ഞങ്ങൾ കണ്ടു. കർത്താവ്, സൃഷ്ടികളിൽ ഞാൻ കണ്ടു കരവിരുത്,
അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും സൃഷ്ടികളിൽ ഞാൻ കണ്ടു കരവിരുത്. അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയും പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഒരിക്കൽ കൂടി കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ഒരിക്കൽ കൂടി ഒരു ആ വാക്കുകളൊന്ന് ചേർന്ന് പാടാമോ? പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. 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 ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനെ, ഈ നല്ല ഞായറാഴ്ചയുടെ പകൽ സ്വർഗ്ഗം ഞങ്ങളെ അനുഗ്രഹിക്കും. ഈ നല്ല സമയം സ്വർഗ്ഗം ഞങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവെ, അങ്ങേ ആരാധിക്കേണ്ടതിനാണ്, അങ്ങേ പാടി സ്തുതിക്കേണ്ടതിനാണ് ഇന്ന് കർത്താവെ ഈ പകൽ സ്വർഗ്ഗം ഞങ്ങളെ ശക്തമായി ഉപയോഗിക്കുമാറാകണമേ. ദൈവിക കർത്താവെ, എണ്ണമില്ലാത്ത നന്മകളാൽ കർത്താവെ സ്വർഗ്ഗം ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് ഈ പകലിലാണ്, ഇന്നത്തെ ഈ നല്ല പകലില് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. പരിശുദ്ധനെ അങ്ങേ വാഴ്ത്തുകയാണ് കർത്താവെ, അങ്ങേ വാഴ്ത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങേ വാഴ്ത്തുന്ന കർത്താവെ, ഇന്ന് കർത്താവെ ഈ നല്ല സമയം അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ പകരം കർത്താവ് അടിയങ്ങൾക്ക് നൽകുവാനൊന്നുമില്ല. സ്തുതിയല്ലാതെ, അങ്ങനെയുള്ള മഹത്വമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവെ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ. ആ പരിശുദ്ധനെ ഞങ്ങൾ ആരാധിക്കുന്നു, പരിശുദ്ധനെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ. യേശുവിന്റെ നാമത്തിലങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, യേശുവിന്റെ നാമത്തിലങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്ന കർത്താവെ. ആരാധനയ്ക്ക് യോഗ്യനായവനെ കർത്താവെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ. സുരലോക സുഖം വേടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വേടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാർഗം തുറന്നു, തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനേ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും
നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. ഭാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. ഭാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനേതൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. അന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പരശോധനകൾ വരുമ്പോ, ഭാരങ്ങൾ പെരുകിടുമ്പോ, പരശോധനകൾ വരുമ്പോ, ഭാരങ്ങൾ പെരുകിടുമ്പോ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം വഹിച്ചു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനേതൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹാതിശയമേ. എന്നുള്ളമേ സ്തുതിക്ക നീ പരനേതൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹാതിശയമേ. എന്നുള്ളമേ സ്തുതിക്ക നീ പരനേതൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനം ഓ ഹല്ലേലൂയ നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആമേൻ ആമേൻ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് ഈ സമയത്ത് കർത്താവിനെ നന്ദിയോടെ ആരാധിക്കുവാൻ, ഈ നല്ല പകൽ കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ എന്ന് ഈ സമയം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ നല്ല പകൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. കർത്താവെ എൻ്റെ ഉള്ളമേ എന്ന് ഞാൻ പ്രത്യാശ വെക്കുന്നു. ഈ സമയം ഞാൻ പ്രത്യാശ വെക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം അത് ഇന്ന് ഈ സമയം ഈ പകൽക്കാലം എനിക്ക് നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ ഒന്ന് പാടി ആരാധിക്കുവാൻ, കർത്താവിനെ കരമടിച്ചൊന്ന് ആരാധിക്കുവാൻ ഇന്ന് ഈ സമയത്ത് ഹല്ലേലൂയ അഭിഷേക തൈലത്താൽ നിറയപ്പെട്ട, അഭിഷേക തൈലം തലയിൽ വീണ ദൈവമക്കൾ കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ, കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എൻ്റെ ഉള്ളമേ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. പാപരോഗത്താൽ നീ വലഞ്ഞു, പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലുമാശയില്ലാതലഞ്ഞു. ഭാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധി എല്ലാം വഹിച്ചു. ഇന്ന് രാത്രിയിൽ ഈ നല്ല സമയത്ത് നിന്റെ എല്ലാ ഭാരങ്ങളെയും നിന്റെ എല്ലാ വ്യാധികളെയും വഹിച്ച ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ.
ഈ പ്രഭാതം, ഈ പകൽ കർത്താവ് നീ എനിക്ക് ദാനമായി നൽകി തന്നതാണ്. ഈ നല്ലൊരു പ്രഭാതം നീ എനിക്ക് ദാനമായി നൽകി തന്നതാണ്. കഴിഞ്ഞ രാത്രി നീ എന്നെ സംരക്ഷിച്ച ദൈവം, കഴിഞ്ഞ ദിവസങ്ങളിൽ നീ എന്നെ സംരക്ഷിച്ച ദൈവം, കഴിഞ്ഞ മണിക്കൂറുകളിൽ നീ എന്നെ സംരക്ഷിച്ച ദൈവം. ഹല്ലേലൂയ. ഈ ഞായറാഴ്ചയുടെ പകൽ എനിക്ക് അനുഗ്രഹമാക്കി തീർത്തതിനായി, എന്നെ അനുഗ്രഹത്തോടെ വഴി നടത്തിയതിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു. ആത്മാർത്ഥമായി ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എൻ്റെ ദൈവമേ, അങ്ങേ ആരാധിക്കുവാൻ സമയം തന്നതിനായി, എൻ്റെ കർത്താവെ അടിയനെ ഈ നൽകിയ തന്ന നല്ല സമയത്തിനായി, ഓ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാടെ ദൈവമക്കളെ. ആത്മാർത്ഥമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്നത്തെ ഈ സമയം ദൈവം നിനക്ക് വേണ്ടി ദാനമായി നൽകുന്ന സമയമാണ്. ഈ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കപ്പെട്ട, അല്ലെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന വാഗ്ദത്ത നിവർത്തീകരണങ്ങൾ വെളിപ്പെടുന്ന സമയമാണ്. ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധനെ സ്തുതിക്കുന്നു, പരിശുദ്ധനെ സ്തുതിക്കുന്നു, പരിശുദ്ധനെ സ്തുതിക്കുന്നു, പരിശുദ്ധനെ സ്തുതിക്കുന്നു, പരിശുദ്ധനെ സ്തുതിക്കുന്നു, പരിശുദ്ധനെ സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാ ആരാധനകളെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷക്തന്മാരെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഇവിടങ്ങളായി നടക്കുന്ന, ലോകമെമ്പാട് നടക്കുന്ന സകല ആരാധനകളെയും, സകല ദൈവഹിതപ്രകാരമുള്ള സഭാ ശുശ്രൂഷകളെ, അഭിഷക്തന്മാരെ കർത്താവ് അവരായിരിക്കുന്ന മേഖലകളിൽ ശക്തമായി ഉപയോഗിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലൈവിലായിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, ഈ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ദൈവമക്കളുടെ മേൽ വെളിപ്പെടേണ്ടതിന്, വ്യാപരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ അത്ഭുതങ്ങളെ ചെയ്യണം. അല്ലെ, രോഗികൾ സൗഖ്യമാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പീഡിതർ സ്വതന്ത്രരാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കടഭാരങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പകൽ അത്ഭുതത്തിന്റെ പകലാകട്ടെ, ഈ പകൽ അടയാളത്തിന്റെ പകലാകട്ടെ, വാഗ്ദത്ത നിവർത്തീകരണങ്ങളുടെ പകലാകട്ടെ, സൗഖ്യത്തിന്റെ പകലാകട്ടെ, ജയത്തിന്റെ പകലാകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ ദൈവമക്കളെ? ഇന്നത്തെ ഈ പകൽ എൻ്റെ ജീവിതം ജയത്തിന്റെ ജീവിതമാണ്. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം എൻ്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും, എൻ്റെ ആലയത്തിനകത്ത് വെളിപ്പെടും. ഇന്നുപോലെ ഞാൻ സ്വതന്ത്രയാണ്, ഞാൻ സ്വതന്ത്രനാണ് പ്രഖ്യാപിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് സമയം ഈ പകലിലാണ് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമം വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ലൈവിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ സ്വർഗ്ഗം അത്ഭുതം ചെയ്തതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഈ പറയപ്പെട്ട സകല വിഷയത്തിനു വേണ്ടിയും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ദൈവിക സാന്നിധ്യം കർത്താവേ അത്ഭുതത്തോടെ തന്റെ എല്ലാ സഭകളിലും വെളിപ്പെടുവാൻ ശ്രമിക്കുകയാണ്. സഭ ദൈവത്തിൻ്റെതാണ്, സഭ ദൈവത്തിൻ്റെതാണ്. ദൈവനീതി കർത്താവേ ആലയങ്ങൾക്കകത്ത് വെളിപ്പെടുവാൻ സ്വർഗമിടയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയിലും പുതിയ പുതിയ സാക്ഷ്യങ്ങൾ, പുതിയ പുതിയ സ്നാനങ്ങൾ സഭകൾക്കകത്ത് നടക്കട്ടെ കർത്താവേ. സഭാ വ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസമില്ലാതെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകണമെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യവും നീതിയും വെളിപ്പെടണം, നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗ്ഗമേ അങ്ങ് അഭിഷക്തന്മാരെ സ്വർഗം ശക്തമായി ഉപയോഗിക്കുമാറാകണം. അടിയങ്ങളുടെ ഇന്നത്തെ ആരാധനയും കർത്താവേ, പാട്ട്, പ്രാർത്ഥന, ആരാധനകൾ, വചനധ്യാനമൊക്കെ ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി നന്ദിയോടെ പ്രത്യേകിച്ച് ലൈവിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണം. ഇന്ന് ഈ പകലിൽ രോഗികൾ സൗഖ്യമാകുന്ന പകലാണ് കർത്താവെ. കടബാധ്യതകൾ മാറിപ്പോകുന്ന പകലാണ് കർത്താവെ. ദൈവനീതി ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന പകലാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യവും ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തോടെ വ്യാപരിക്കുന്ന പകലാണ് കർത്താവെ. നീതിയോടെ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ, ആ മണവാളന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി കാത്തിരിക്കുമ്പോൾ,
രക്ഷയുടെ കർത്താവെ ശിരോസ്ത്രം ധരിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങേ കർത്താവെ ആരാധിക്കുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ ഇന്നത്തെ ഈ പകൽ കർത്താവിന്റെ വാഗ്ദത്തം ഞങ്ങളുടെ ശിരസിന്മേൽ വെളിപ്പെടട്ടെ കർത്താവെ. ശമുവേലെ എന്ന് വിളിച്ച ദൈവത്തിന്റെ ശബ്ദം, ഏലിയാവിനെ വിളിച്ച ദൈവത്തിന്റെ ശബ്ദം, മോശയെ വിളിച്ച ദൈവത്തിന്റെ ശബ്ദം ഈ പകൽ ഞങ്ങൾ കേൾക്കുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ശുശ്രൂഷകളെ സ്വർഗം മാനിക്കും. പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇന്ന് ഈ പകൽക്കാലം നമ്മെ ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിനു ഭരിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിനു ഭരിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ഓ ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ആമേൻ. ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. ആമേൻ. എരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ആമേൻ. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. ആമേൻ. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. മാലകളെ ഇടിച്ചു നിരത്തുമവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിടും. ആമേൻ. മാലകളെ ഇടിച്ചു നിരത്തുമവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിടും. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. ആമേൻ. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. എന്ന് ഈ പകൽ ഉറക്കെ ഒന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമോ? ബാധ എന്റെ കൂടാരത്തിനടുക്കുകയില്ല, എന്റെ കാല് ഇടറിപ്പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. എന്റെ സ്വർഗീയ സാന്നിധ്യം, എന്റെ കർത്താവിന്റെ അത്ഭുത സാന്നിധ്യം ഇന്നത്തെ ഈ പകൽ എന്റെ മേൽ വെളിപ്പെടും. ഇന്നത്തെ ഈ പകൽ എന്റെ മേൽ ശക്തമായി വെളിപ്പെടും. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എന്റെ കാലുകൾ ഇടറിപ്പോകുകയില്ല, എന്റെ കാലുകൾ ഇടറിപ്പോകില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത സാന്നിധ്യം
ആ ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം ഇന്ന് എൻ്റെ മേൽ ശക്തമായി വെളിപ്പെടും. ആത്മാർത്ഥമായി ഒന്ന് പ്രഖ്യാപിച്ചാട്ടെ. ഇന്ന് ഈ സമയം ആത്മാർത്ഥമായി ഒന്ന് പ്രഖ്യാപിച്ചാട്ടെ. ദൈവമക്കളെ, ദൈവിക സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ ശക്തമായി. യെസ്, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഓ, ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല. എൻ്റെ കാലുകളിടറുകില്ല. എൻ്റെ കാലുകളിടറുകില്ല. എൻ്റെ കാലുകളിടറുകില്ല. എൻ്റെ കാലുകളിടറുകില്ല. എൻ്റെ കാലിടറിപ്പോവുകയില്ല. എൻ്റെ കാലിടറിപ്പോകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കുകയില്ല. ആത്മാർത്ഥമായി ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ആ സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവെ, അത്ഭുതത്തോടെ വഴി നടത്തും. തമ്പുരാനെ ശക്തീകരിക്കുമാറാകണം, ബലപ്പെടുത്തുമാറാകണം. എത്ര പേർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയും? എൻ്റെ കാലിടറിപ്പോകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കില്ല. ഞാൻ തളർന്നു പോകുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കില്ല. ഞാൻ വാടി കുഴഞ്ഞു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ വഴി നടത്തണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ നല്ല സമയം നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അടിയനെയും ഇടയാക്കിയ എല്ലാ കൃപകൾക്കുമായി കർത്താവിനെ സ്തുതിക്കുകയാണ്, കർത്താവിനെ വാഴ്ത്തുകയാണ്. ദൈവിക സാന്നിധ്യം ഈ പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവ് എന്നെയും അനുഗ്രഹത്തോടെ വഴി നടത്തി. കർത്താവിന്റെ സാന്നിധ്യം എൻ്റെ മേൽ എന്നെ വഴി നടത്തി, എന്നെ കൃപയാൽ നിറച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ലൈവില് നിങ്ങളോട് പ്രാർത്ഥന ചോദിച്ച വിഷയങ്ങളുടെ മേലൊക്കെയും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. നാളത്തെ പകലില്ല നമുക്ക് നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയ ബിൽഡിങ്ങിലേക്ക് നമ്മൾ മാറുകയാണ്. കോന്നി ടൗണിൽ ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പം അതിനാവശ്യമായ ചില നന്മകളും വഴികളും ഒക്കെ ദൈവം തുറക്കേണ്ടതുണ്ട്. വഴികളെയൊക്കെ ദൈവം തുറക്കും. അടുത്ത ആഴ്ചയിൽ നിങ്ങളുടെ സാക്ഷ്യം പറയത്തക്ക നിലവാരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥന ചോദിക്കുകയാണ്. ദൈവസ്ഥാനത്ത് വെളിപ്പെടട്ടെ. അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രാർത്ഥന ആവശ്യപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് അനുവദിച്ചു. അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ നല്ല സാക്ഷ്യങ്ങൾ വെളിപ്പെട്ടു എന്ന് കേൾപ്പാൻ കർത്താവ് ഇടയാക്കിയതിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുകയാണ്. സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ദൈവം നമ്മെ ഈ നല്ല പകലിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിലായിരിക്കുമ്പോൾ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. നമുക്ക് വായിക്കാം. സങ്കീർത്തനം 16 11 വാക്യം. സങ്കീർത്തനം 16 11. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്ന സങ്കീർത്തനം 16 അധ്യായം 11 വാക്യം. സങ്കീർത്തനം 16 11. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്ന പരിശുദ്ധനെ സ്തുതിക്കുകയാണ്, കർത്താവിനെ ആരാധിക്കുകയാണ്. 16 11. നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും എൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും എൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ഇന്ന് ഈ നല്ല സമയം ഞാനും നിങ്ങളും ചിന്തിക്കുവാനും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും ആഗ്രഹിക്കുന്ന വിഷയം കർത്താവിന്റെ സന്നിധിയെ പറ്റിയാണ്. ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്ന് ചെല്ലുന്നത് കൊണ്ട്, ആ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ സാന്നിധ്യവും സാമീപ്യവും ഉള്ളിടത്ത്, കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നിടത്ത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ
ആ പാതപിടുത്തെങ്കിലേക്ക് പറഞ്ഞുവല്ലോ, മഹത്വം വെളിപ്പെടുന്ന ആ മേഖലയിൽ ഒന്ന് കടന്നു ചെല്ലുവാൻ, ഒന്ന് താണിരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആരാധിക്കുന്നതിന് സഭയിൽ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഇങ്ങനെ താണിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ദൈവമക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും പലവിധമാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ആശ്രയിക്കാൻ പറ്റിയ ഒരിടം ദൈവസന്നിധി തന്നെയാണ്. എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ പലരും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കാറുണ്ട്, മദ്യത്തെയും മയക്കുമരുന്നുകളെയും ആശ്രയിക്കാറുണ്ട്, ഭൗതിക മേഖലകളിൽ അവർ പലതിനെയും ആശ്രയിക്കാറുണ്ട്, മനുഷ്യരെ ആശ്രയിക്കാറുണ്ട്, പണത്തെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ അതിനൊക്കെ ഒരു പരിധിയും പരിമിതികളും ഉള്ളപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ വിഷയങ്ങളുടെ നടുവിൽ നിനക്ക് ഒരു ആശ്വാസം കണ്ടെത്തണമെങ്കിൽ ദൈവത്തിന്റെ പാദപീഠം ഉണ്ടായേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ സമയം എന്നെ കാണുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നോടായ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ ആത്മാർത്ഥമായി വിളിച്ചു പറയുന്നു, ലോക ലൗകിക സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെയും സകലത്തിനും ഒരു പരിധിയും പരിമിതികളും ഉള്ളപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന എനിക്കും നിങ്ങൾക്കും പരിധികളോ പരിമിതികളോ ഒന്നുമില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ, നിത്യമായി എന്നെ ആശ്വസിപ്പിക്കുവാൻ, പൂർണ്ണമായ ഒരു ആശ്വാസം കണ്ടെത്തുവാൻ, തരുവാൻ യോഗ്യമായ ഒരിടം അത് കർത്താവിന്റെ സന്നിധി തന്നെയാണ്, കർത്താവിന്റെ പാദപീഠം തന്നെയാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്ന വിഷയം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേരെന്ന് ഈ പകൽ ആമേൻ പറയാൻ കഴിയും? എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അനുഭവിച്ച വേദനകൾ, തിക്ത അനുഭവങ്ങൾക്കകത്തു നിന്ന് ഒരു പരിപൂർണമായ സൗഖ്യം തരുവാൻ, പരിപൂർണമായ വിടുതൽ തരുവാൻ, പരിപൂർണമായും സന്തോഷവും സമാധാനവും നൽകി തരുവാൻ എൻ്റെ കർത്താവിന്റെ പാദപീഠത്തിന് കഴിയും. എൻ്റെ കർത്താവിന്റെ പാദപീഠത്തിന് കഴിയും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ, എൻ്റെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ മുട്ടുമടക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് പരിപൂർണമായ സൗഖ്യം തരുന്നവനാണ്, പരിപൂർണമായ ആശ്വാസം തരുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്താ കാരണം എന്നറിയാമോ? ദൈവമക്കളെ, മനുഷ്യർക്കും പ്രഭുക്കന്മാർക്കും ഒക്കെ ചില പരിധികളുണ്ട്, ചില പരിമിതികളുണ്ട്. ചില ചട്ടക്കൂടിനകത്തു നിന്ന് അവർ ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാൻ താല്പര്യം കാണിച്ചേക്കാം, അവർ ചില താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചേക്കാം, എന്തെങ്കിലുമൊക്കെ നിനക്ക് വേണ്ടി ചെയ്തേക്കാം, സത്യം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു സമയം കഴിയുമ്പോൾ ഇതൊക്കെയും അസ്തമിച്ചു പോകും, അല്ലെങ്കിൽ ഇതൊക്കെയും അവസാനിച്ചു പോകും. അല്ലെങ്കിൽ പലരും ഇങ്ങനെ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞവർ, സഹായിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ ഒരുപക്ഷെ നിന്നിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ കർത്താവ് നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടമായി പോവുകയില്ല. പിന്നത്തെ നിനക്കത് ഏറ്റവും ലാഭമായി തീരുവാൻ സാധ്യതയുണ്ട്. അല്ല, അത് സത്യം തന്നെയാണ്. വിശ്വസിക്കുന്നുണ്ട്? ഈ പകൽ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം തരുന്ന കർത്താവ്, സ്വസ്ഥത തരുന്ന കർത്താവ്, സന്തോഷവും സമൃദ്ധിയും നൽകി തരുന്ന ദൈവം, തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവത്തിലെ? ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ പരിശുദ്ധം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അതിശയങ്ങളെയും അടയാളങ്ങളെയും പ്രവർത്തിക്കും. എന്താ ദൈവദാസനെ ഈ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നതുകൊണ്ടുള്ള ഗുണം? ഈ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ചെല്ലുന്നത് കൊണ്ട് എന്താ ബ്രദറെ ഗുണമെന്താ? എന്താ പാസ്റ്ററെ ഗുണം? ഞാൻ വായിച്ച ഒന്നാമത്തെ ഗുണം, ആ കർത്താവിന്റെ പാദപീഠത്തിങ്കിൽ സമാധാനമുണ്ട്. ആ കർത്താവിന്റെ പാദപീഠത്തിങ്കിൽ സമാധാനമുണ്ട്. അല്ലേ? നാം വായിച്ച വേദഭാവം അങ്ങനെയല്ലേ? സങ്കീർത്തനം 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം എന്താ വായിച്ചത്? ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തു നിന്നും പ്രമോദങ്ങളുമുണ്ട്. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, നീ ദൈവസന്നിധിയിൽ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ അതുവരെയും ഇല്ലാത്ത സമാധാനം നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടാൻ കാരണമായി തീരും. അതുവരെയും ഇല്ലാത്ത സ്വസ്ഥത നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കാരണമായി തീരും.
എത്ര പേർക്ക് ഞാൻ പറയുന്ന വിഷയം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? മക്കളെ, ലോകം തരാത്ത സമാധാനം, മരുന്നുകൾക്ക് നൽകിത്തരാൻ കഴിയാത്ത സമാധാനം, വ്യക്തിജീവിതങ്ങൾക്ക് നൽകിത്തരാൻ കഴിയാത്ത സമാധാനം, ദൈവത്തിന്റെ സന്നിധിയിൽ വന്നാൽ ആ സ്വർഗം നിനക്ക് സമാധാനം നൽകി തരുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ലോകം തരുന്ന സമാധാനമല്ല, വ്യക്തിജീവിതങ്ങൾ നൽകിത്തരുന്ന സമാധാനമല്ല, എൻ്റെ കർത്താവിൻ്റെ അത്ഭുത സമാധാനം അവൻ എൻ്റെ മേൽ പകരുകയാ. ആ ദൈവം എൻ്റെ മേൽ പകരുകയാ. ആ കർത്താവിന്റെ സാന്നിധ്യം എൻ്റെ മേൽ പകരുകയാ. എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ പാദപീഠത്തിൽ സമാധാനമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് അതിനെ അംഗീകരിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർത്തയും മറിയയും ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 39 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ മാർത്തയും മറിയയും രണ്ട് സഹോദരങ്ങളാണ്. പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ട് നടക്കുന്ന മാർത്ത. എന്നാൽ അവന്റെ പാദപീഠത്തെങ്കിൽ കടന്നു ചെന്ന് നല്ല അംശം തിരഞ്ഞെടുത്ത, നല്ല ഭാഗം തിരഞ്ഞെടുത്ത, മറിയെപ്പറ്റി നമുക്കറിയാം. പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലർന്നു നടന്ന് ഒന്നിനും ഒരു സ്വസ്ഥതയും സമാധാനവും കണ്ടെത്താതെ അവിടെയും ഇവിടെയും ഓടി നടക്കുമ്പോൾ മറിയ എന്ത് ചെയ്തു? കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന നല്ല അംശത്തെ തിരഞ്ഞെടുത്തു. ദൈവമക്കളെ, നിനക്ക് നല്ല അംശം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നീ എവിടെ വരണം? ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരണം. ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നീ ഒന്ന് കടന്നു ചെല്ലണം. അവിടെയാണ് നിനക്ക് നല്ല അംശം ലഭിക്കുന്നത്. നല്ല ദാനങ്ങൾ നിനക്ക് ലഭിക്കുന്നത് അവിടെയാണ്. എത്ര പേര് ഇന്നത്തെ ഈ പകൽക്കാലം ഞാൻ പറയുന്ന വാക്കുകൾ വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. നിനക്കൊരു വിശ്രമം വേണമെങ്കിൽ, നിനക്കൊരു സ്വസ്ഥത വേണമെങ്കിൽ ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ മതിയാകുകയുള്ളൂ ദൈവമക്കളെ. ഹല്ലേലൂയ. തൻ്റെ സഹോദരൻ മരിച്ചുപോയി, തനിക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവായ ദൈവം കടന്നു വരുമ്പോൾ നിത്യതയിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, എൻ്റെ സഹോദരൻ എഴുന്നേൽക്കും. അവനെ എവിടെ കാണാൻ കഴിയും? ആ നിത്യതയിൽ എൻ്റെ സഹോദരൻ ഉണ്ടാകും. അത്രത്തോളം ഒരു പ്രത്യാശയെങ്കിലും കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന വ്യക്തിജീവിതങ്ങൾക്കുണ്ടായില്ലേ? ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നിരുന്ന നിനക്കും എനിക്കും ഒരു വലിയ പ്രത്യാശയുണ്ട്. ഈ സമയം ലൈവിലായിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ ഒരു പ്രത്യാശയുണ്ടാകട്ടെ, ഒരു വലിയ പ്രത്യാശയുണ്ടാകട്ടെ. അല്ലെ, പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നവരല്ലേ? വളരെയധികം പ്രതീക്ഷയോടെ കടന്നു വന്നവരല്ലേ? ഭാരമാണ്, നിരാശയാണ്, പ്രയാസമാണ്, എങ്കിലും എൻ്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാൽ എൻ്റെ ദൈവം എനിക്ക് അത്ഭുതങ്ങളെ ചെയ്യും. എൻ്റെ കർത്താവ് എനിക്ക് അടയാളങ്ങളെ ചെയ്തു തരും. ദൈവത്തിന്റെ നീതി എൻ്റെ മേൽ വെളിപ്പെടും. വലിയ പ്രതീക്ഷയല്ലേ ദൈവത്തിലെ പ്രതീക്ഷയല്ലേ? ആ പ്രതീക്ഷയോടെ നീ കടന്നു വന്നാൽ കർത്താവിന്റെ വചനം പറയുക, യഥാർത്ഥമായ വിശ്രമം, യഥാർത്ഥമായ ആശ്വാസം കർത്താവിന്റെ പാദപീഠത്തിലാണ്, ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ആശ്വാസം കണ്ടെത്തുവാൻ, വളരെ പ്രതീക്ഷയോടെ കടന്നു വരുവാൻ. ഇന്ന് ഈ സമയം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? ഈ സമയം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? ആ സ്വർഗം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ആ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവവേദനയിലെ സമാധാനമുണ്ടാകുന്നത്, നിത്യമായ സമാധാനം നിനക്ക് ലഭിക്കുന്നത് ഈ കർത്താവിന്റെ പാദപീഠത്തിലാണ്. നിത്യമായ സമാധാനം നിനക്ക് വെളിപ്പെടുന്നത് ഈ കർത്താവിന്റെ പാദപീഠത്തിലാണ്. ഈ ലൈവ് കാണുന്ന എത്ര പേർ പ്രതീക്ഷ നഷ്ടപ്പെട്ട് സകലതും ബിഗ് സീറോയിൽ നിൽക്കുന്ന ആളുകളുണ്ട്? എന്നെ കേൾക്കുന്ന ദൈവവേദനയിലെ പ്രതീക്ഷകളൊക്കെ നഷ്ടമായി പോയെന്ന് നീ വിചാരിച്ചേക്കാം. പക്ഷെ നീ ആയിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിൽ, കർത്താവിന്റെ പാദപീഠത്തിലാണെന്നുള്ള ഉറപ്പും വിശ്വാസവും ധൈര്യവും നിനക്കുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പറയുക, നിന്റെ മേൽ സമാധാനത്തെ നൽകി തരുവാൻ, നിത്യമായ സമാധാനം നിന്റെ മേൽ നൽകി തരുവാൻ ആ സ്വർഗീയ പിതാവിന് കഴിയുമെന്ന്. കർത്താവിന് കഴിയുക തന്നെ ചെയ്യും. ആത്മാർത്ഥമായി വിശ്വസിച്ചോണം. ആമേൻ പറയും. എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ, എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുമടക്കി കഴിഞ്ഞാൽ അവന്റെ സന്നിധിയിൽ സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. എനിക്ക് വേണ്ടി ദൈവത്തിന്റെ നീതി വെളിപ്പെടും,
എനിക്ക് വേണ്ടി കർത്താവിൻ്റെ നീതി വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഗുണം പറയുകയാണ്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വാക്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം നമുക്ക് വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം ഹല്ലേലൂയ 30-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വേദഭാഗം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് നിങ്ങൾ കേൾക്കും. ദൈവമക്കളെ, നീ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നതെങ്കിൽ, നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ യോഗ്യതയും പ്രാപ്തിയുമുള്ള വ്യക്തിയാണെങ്കിൽ, നീ ദൈവസ്ഥനിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹവും വിശ്വാസവും ഉറപ്പുമുള്ള വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുക, നീ ദൈവസ്ഥനിൽ മുട്ടുമടക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനിടയായിത്തീരും. ആ ദൈവിക ശബ്ദം കേൾക്കുവാൻ ഹല്ലേലൂയ കാരണമായിത്തീരും. എത്ര പേർക്ക് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ, ഇന്നത്തെ ഈ പകൽക്കാലം ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്? ആ ദൈവത്തിന്റെ ഇമ്പമേറിയ സ്വരം ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്? അങ്ങനെ വിശ്വാസവും ഉറപ്പുമുള്ളവർ, അങ്ങനെ ആഗ്രഹമുള്ളവർ ദൈവത്തിന് ഒന്ന് മുട്ടുമടക്കിക്കാട്ടെ. ഈ പകൽ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പോവുക. ഈ പകൽ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കാൻ പോവുക. നീ നിരാശയോടുകൂടിയാണ് കടന്നു വന്നതെങ്കിൽ, നീ നിരാശയോടുകൂടിയാണ് ഇത് കാണുന്നതെങ്കിൽ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. ദൈവം നിന്നെ നിറയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യത്തിന്റെ മേൽ വെളിപ്പെടുക. ഹല്ലേലൂയ. നീ എവിടേക്ക് പോകണമെന്ന് ദൈവം നിന്നെ വഴി നയിക്കാനിടയായിത്തീരും, നിന്നെ വഴി നടത്താനിടയായിത്തീരും. നീ വരേണ്ടതിനും പോകേണ്ടതിനും, നീ ഏത് മേഖലയിലേക്ക് കടന്നു ചെല്ലണമെന്ന്, നീ ഏത് വിഷയത്തിന്മേൽ നീ കടന്നു ചെല്ലണമെന്ന് കർത്താവിന് നന്നായി അറിയാം. ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കും, ദൈവത്തിന്റെ ശബ്ദം നിന്നെ വഴി നടത്തും. ഞാൻ പറയുന്ന വിഷയം വ്യക്തമാകുന്നുണ്ട്? ഹല്ലേലൂയ. വ്യക്തമായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, അല്ലെങ്കിൽ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്നിരുന്നേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിങ്ങൾ പെട്ടുപോയാൽ, നിങ്ങൾ അകപ്പെട്ടു പോയാൽ, നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന വ്യക്തിജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിയുടെ ശബ്ദം വ്യത്യസ്തമായ അല്ലെങ്കിൽ സിംഗിളായി കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ വ്യക്തിയുമായി ഒന്ന് വേറിട്ടിരുന്നു കഴിഞ്ഞു. അതേപോലെ ദൈവസന്നിധി, നീ ദൈവസന്നിധി ഒന്ന് വേറിട്ടിരിക്കണം. നീ ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് അടുത്തിയിലാണ്. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ, വ്യക്തമായി ദൈവം നിന്നോട് സംസാരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് കേൾപ്പാനിടയായിത്തീരും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആൾക്കൂട്ടത്തിനിടയിൽ, കോലാഹലങ്ങൾക്കിടയിൽ, പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഇടയിൽ നീ ദൈവശബ്ദം കേൾക്കാൻ മറന്നുപോകും. അല്ലെങ്കിൽ ഒരുപക്ഷെ ദൈവശബ്ദം നീ കേട്ടെന്ന് വരികയില്ല. പക്ഷെ ആ പാദപീഠത്തിലേക്കൊന്ന് കടന്നില്ലാന്ന്, ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശമൂവേല് ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ദൈവത്തിന്റെ ശബ്ദം കേട്ടു. എന്താ കേൾക്കാൻ കാരണം? ശമൂവേല് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ എന്താ കാരണം? കേൾക്കുന്ന ദൈവവേദനെ, ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് അവൻ താണിരിപ്പാനിടയായി. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നിടത്ത് അവൻ താണിരിപ്പാനിടയായി. പെട്ടകത്തോട് ചേർന്ന് കിടന്നു. ദൈവത്തിന്റെ ശബ്ദം ശമൂവേൽ കേട്ടു. താൻ കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവവേദനെ, നീ ആ ദൈവത്തിന്റെ പെട്ടകത്തോടൊന്ന് ചേർന്ന് കിടന്നേ. കർത്താവിന്റെ വചനവുമായി നീ ഒന്ന് അടുത്ത് ഇടപെടുകയെ, ദൈവത്തിന്റെ വചനവുമായി നീ ഒന്ന് അടുത്ത് ഇടപെട്ടേ. അവന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് അടുത്ത് ചോർന്നിരുന്നേ. കേൾക്കുന്ന ദൈവവേദനെ, നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക തന്നെ ചെയ്യും. ദൈവം നിന്നെ കടന്നു പോകേണ്ടുന്ന ദിശകൾ, കടന്നു പോകേണ്ടുന്ന വഴികൾ, മുന്നറിയിപ്പുകൾ, കൺഫർമേഷൻസ്
നൽകിത്തരാൻ. ഹല്ലേലൂയ. നൽകിത്തരാൻ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിങ്കിൽ നിന്ന് ഞാൻ കൺഫർമേഷൻ പ്രാപിക്കും. ഞാൻ പോകേണ്ടുന്ന വഴി ഏതാണെന്ന് എൻ്റെ ദൈവം എന്നോട് അറിയിക്കും. ചില ഉത്തരവുകൾ, ചില തീരുമാനങ്ങൾ എൻ്റെ ദൈവം എന്നോട് അറിയിക്കും. ദൈവം എന്നോട് ചിലത് പ്രഖ്യാപിക്കും. ഈ പകൽ എൻ്റെ ജീവിതം അനുഗ്രഹമായി മാറുകയാണ്. കാരണം ഞാൻ ആയിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലാണ്. ഞാൻ ആയിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ. അതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല, ഞാൻ ഒന്നിനെയും ഭാരപ്പെടുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഇനി പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നത് കൊണ്ട് അനർത്ഥം വരികയില്ല, ഇത് വ്യസനത്തിന് കാരണമായി തീരുകയില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് ഇന്നത്തെ ഈ പകൽ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കും. വഴി ഏതാണെന്ന് എന്നെ പറഞ്ഞു പഠിപ്പിക്കുവാൻ ഞാൻ എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കുന്നിടത്തോളം സമയം എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കും. ഞാൻ അത് കേൾക്കും. വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചേ, എൻ്റെ ദൈവത്തോട് ഞാൻ സംസാരിക്കും. ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ അടുത്തിയില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ അവൻ അത് കേൾക്കും. എൻ്റെ കർത്താവ് എനിക്ക് ഉത്തരം തരും. എൻ്റെ കർത്താവ് എനിക്ക് ഉത്തരം തരും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു ചെല്ലുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. കൃത്യമായ മറുപടികളെ അവൻ നമുക്ക് നൽകി തരികയും ചെയ്യും. മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ആത്മാവിൽ ഞാൻ നിങ്ങളും പുതുക്കം പ്രാപിക്കും. ആത്മാവിൽ ഞാൻ നിങ്ങളും പുതുക്കം പ്രാപിക്കും. മൂന്നാമത്തെ ഗുണമാണ്. എന്നെ കേൾക്കുന്ന ദൈവവേദനയിലെ മൂന്നാമത്തെ ഗുണമാണ് ആത്മാവിൽ ഞാൻ നിങ്ങളും പുതുക്കം പ്രാപിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. യഹോവേ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ആത്മാവിന്റെ ശക്തിയാൽ പുതുക്കം പ്രാപിക്കും. ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന, ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് മുട്ടുമടക്കുന്ന ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ പുതുക്കലിന്റെ അനുഭവം, ഒരു പുതുക്കത്തിന്റെ അനുഭവം വെളിപ്പെടുവാനിടയായി. ഒരു പുതുക്കത്തിന്റെ അനുഭവം വെളിപ്പെടാനിടയായി. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്ന് പറയുമ്പോൾ ആത്മീയത്തിന്റെ പുതുക്കലിനെ എന്താണ് കഴുകനുമായി സാമ്യപ്പെടുത്തുന്നത്, കഴുകനുമായി താരതമ്യം ചെയ്യുന്നത്? പ്രായമായി നിരതെറ്റിയ തൂവലോടുകൂടി പറക്കുന്ന കഴുകൻ താൻ നിയന്ത്രിക്കുന്നിടത്തോട്ട് തനിക്ക് പറക്കാൻ കഴിയാതെ, കാറ്റിന്റെ ദിശകളെ ഭേദിച്ച് തനിക്ക് മുൻപോട്ട് അല്ലെങ്കിൽ തനിക്ക് ഉയരങ്ങളിലേക്ക് കുതിക്കാൻ കഴിയാതെ, ഇരയെ പിടിക്കാൻ കഴിയാതെ തന്റെ ചുണ്ടുകൾക്ക് പ്രയാസം നേരിടുമ്പോൾ, തന്റെ ചുണ്ടുകളുടെ മൂർച്ചയൊക്കെ കുറഞ്ഞുപോയി, തന്റെ നഖത്തിന്റെ മൂർച്ചയൊക്കെ കുറഞ്ഞുപോയി, തനിക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയാത്ത നിലവാരത്തിൽ തന്റെ ശരീരത്തിന്മേൽ ഫാറ്റ്, കൊഴുപ്പ് അടിഞ്ഞു. കഴുകൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു മറ്റു പക്ഷികൾക്കോ മറ്റ് മൃഗങ്ങളോ ആക്രമിക്കാൻ കഴിയാത്ത ചില പാറയുടെ പിളർപ്പുകളിൽ, ഉയരങ്ങളിൽ അവൻ പറന്നിറങ്ങും. മറ്റൊരു മൃഗത്തിന് അവൻ ആഹാരമാകരുത്. സുരക്ഷിതമായ മേഖലയിലേക്ക് അവൻ പറന്നിറങ്ങും. പറന്നിറങ്ങിയിട്ട് അവൻ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാം?
തൻ്റെ തൂവലുകൾ ഓരോന്നോരോന്നായി പിഴുതു കളയും. തൻ്റെ തൂവലുകൾ ഓരോന്നോരോന്നായി പിഴുതു കളയും. നിരതെറ്റിയ തൻ്റെ തൂവലുകൾ ഓരോന്നോരോന്നായി പിഴുതു കളയും. തൻ്റെ കാലിലെ നഖങ്ങൾ പിഴുതു കളയും. പാറമേൽ അടിച്ച് തൻ്റെ ചുണ്ടുകൾ പിഴുതു കളയും. എന്നിട്ട് വെറും ഒരു മാംസ കഷ്ണം പോലെ, ഒരു മാംസപിണ്ഡം പോലെ ആ ചൂടുള്ള പാറയിൽ കിടക്കും. എന്തിനാണെന്നറിയാമോ? എൻ്റെ ശരീരത്തിലെ ആ കൊഴുപ്പെല്ലാം ഒന്ന് ഉരുകി മാറാൻ. നാളുകൾ കഴിയും നിരതെറ്റിയ തൂവലുകൾക്ക് പകരം പുതിയ ചില തൂവലുകൾ കിളിർക്കും. മൂർച്ചയില്ലാത്ത നഖത്തിനു പകരം മൂർച്ചയേറിയ നഖങ്ങൾ കിളിർപ്പാനിടയായി. ഇരയെ കൊത്തിയെടുക്കേണ്ടതിന് മൂർച്ചയില്ലാത്ത ചുണ്ടുകൾക്ക് പകരം പുതിയ ചുണ്ടുകൾ രൂപപ്പെടും. എൻ്റെ ശരീരത്തിലെ കൊഴുപ്പുകളൊക്കെ നീങ്ങും. അതുവരെയും നിരതെറ്റിയ തൂവലോടുകൂടി നടന്നവനെ കളിയാക്കിയവർ അമ്പരുക്കുമാർ. അവർ ചിന്തിക്കുന്നതിനും അപ്പുറമായി ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവനായി ഉയരങ്ങളെ കീഴടക്കുന്നവനായി ആ കഴുകൻ പിന്നെയും പുതുക്കം പ്രാപിച്ച് മടങ്ങി വരും. കഴുകന്റെ അനുഭവമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുട്ടുമടക്കുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ ആത്മീക ജീവിതത്തിൽ നീ ഇങ്ങനെ തന്നെയാകും. കഴിഞ്ഞ നാളുകളിൽ നഷ്ടമായി പോയി എന്ന് ബോധ്യമായ, നഷ്ടമായി പോയി എന്ന് ഞാനും നിങ്ങളും കരുതിയ വാഗ്ദത്തങ്ങളെ റാഞ്ചി ഉയരങ്ങളിലേക്ക് പറക്കേണ്ടതിനാ. വാഗ്ദത്തങ്ങളെ റാഞ്ചി നീ ഉയരങ്ങളിലേക്ക് പറക്കേണ്ടതിനാ. കാത്തിരിപ്പുകൾ അത്യാവശ്യം. എവിടെ കാത്തിരിക്കണം? കർത്താവിന്റെ പാദപീഠത്തെങ്കിലേക്കൊന്ന് താണിരിക്കണം. കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ ആ ക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിലേക്ക് നീ ഒന്ന് താണിരിക്കണം. അവിടെയാ ദൈവത്തിന്റെ മൃദു സ്വരം നീ കേൾക്കാൻ പോകുന്നത്. അവിടെയാ ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കാൻ പോകുന്നത്. അവിടെയാ ദൈവം നിന്നോട് സംസാരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നിന്റെ നിരതെറ്റിയ തൂവലുകൾ, അല്ലെങ്കിൽ നിരതെറ്റിയ ചില ജീവിത അനുഭവങ്ങൾ, ജീവിത സാഹചര്യങ്ങളെ നീ ഓരോന്നായി പിഴുതു കളഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതിയത് കിളിർക്കും. പുതിയത് കിളിർക്കുമെന്ന വിശ്വാസത്തോടെ പിഴുതു കളഞ്ഞു. കഴിഞ്ഞ നാളുകൾ എൻ്റെ കരങ്ങളിൽ ലഭിക്കാതെ പോയ വാഗ്ദത്തങ്ങളെ ഞാൻ നേടിയെടുക്കും. ഹല്ലേലൂയ. ഞാൻ റാഞ്ചി ഉയരങ്ങളിലേക്ക് പറക്കും. വിശ്വാസത്തോടെ എൻ്റെ ശരീരത്തിന്മേൽ ഭാരമായി തീർന്ന നഷ്ടബോധം, പ്രയാസങ്ങൾ, നിരാശകൾ, എൻ്റെ മനസ്സിനെ തകർത്തു കളഞ്ഞതിനെ ഞാൻ ഇവിടെ യേശു ആ പാറയുടെ പിളർപ്പിലിരുന്നു കൊണ്ട്, ആ ക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിൽ എൻ്റെ ഭാരങ്ങളെ ഞാൻ അവൻ്റെ മേൽ വെക്കുകയാണ്. കാരണം എനിക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനുണ്ട്. എൻ്റെ നന്മ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വാഗ്ദത്തങ്ങളെ നിവർത്തീകരിച്ചു തരും. ഹല്ലേലൂയ. മറ്റു പലതിനെയും വെല്ലുവിളിച്ചുകൊണ്ട്, പലതിനെയും ജയിച്ചുകൊണ്ട് ഞാൻ ഉയരങ്ങളിലേക്ക് പറക്കും. വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു. ഈ സമയം ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഞാൻ നിങ്ങളും ഏതെങ്കിലും മേഖലയിൽ തകർന്നിരിക്കുന്നുണ്ടെങ്കിൽ, തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക, ദൈവം നിങ്ങളെ പുതുക്കത്തിലേക്ക് കൊണ്ടുവരും. ദൈവം നിങ്ങളെ പുതുക്കത്തിലേക്ക് നയിക്കും. കർത്താവ് നിങ്ങളെ പുതുക്കത്തിലേക്ക് നയിക്കും. ആത്മീയതയിൽ ഉണ്ടാകുന്ന വരൾച്ചകളെ ഹല്ലേലൂയ ദൈവം അഭിഷേകത്തിന്റെ മഴ പെയ്ച്ച് പുതിയ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുവരും. ഈ ദിവസത്തിലേക്ക് ഒന്ന് കാണിരിക്കണം. ആത്മീയത്തിലുണ്ടാകുന്ന വരൾച്ചകളെ തോറ്റുപോയി, ജയിക്കില്ല, ശൂന്യമായി പോയി, പാസ്റ്റർ ശൂന്യമായി പോയി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിരാശ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. എന്താകുമെന്ന് എനിക്കറിയില്ല. എന്നെ കേൾക്കുന്ന ദൈവവേദന, എൻ്റെ ജീവിതം മാറാൻ പോവുക, എൻ്റെ ജീവിതം, നിന്റെ സാഹചര്യങ്ങൾ മാറാൻ പോവുക. നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി തീരാൻ പോവുക. ദൈവത്തിലേക്ക് ഒന്ന് താണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. എലിയാവിന്റെ വിഷയം നമുക്കറിയാം. എലിയാവ്
രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിൽ ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ചു. മരുഭൂമിയിൽ വരണ്ട പ്രദേശത്ത് ഇസബേലിന്റെ വാക്ക് കേട്ട മരിക്കാൻ ആഗ്രഹിച്ചു കിടക്കുക. നീ വയ്യ, എനിക്ക് വയ്യ. പക്ഷെ കർത്താവിന്റെ വചനം പറയുക, പക്ഷേ അവൻ ദൈവസ്ഥനിലേക്ക്, കർത്താവ് എനിക്കിനി വയ്യ എന്ന് പറഞ്ഞ് ദൈവസ്ഥനിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടെ കാണാൻ കഴിയുന്നൊരു കാഴ്ചയുണ്ട്. തനിക്ക് അടയും വെള്ളവുമായി ഒരു പുതിയ അനുഭവത്തിലേക്ക്, പുതിയ ജീവനിലേക്ക് ശക്തി പകരേണ്ടതിന്, ആത്മീയ ദാഹം തീർക്കേണ്ടതിന്, തന്റെ ബലഹീനതകളെ മാറ്റിക്കളയേണ്ടതിന് അപ്പവും വെള്ളവുമായി ദൂതൻ ഇറങ്ങി. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവേദന, എന്നെ കാണുന്ന ദൈവവേദനെ, നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. നീ ക്ഷീണിച്ച് തളർന്ന, ഇനി വയ്യ, മടുത്തു, ഇനി മരിച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം നിനക്ക് വേണ്ടി ദൂതനെ അയക്കുമെന്ന് ഒരു പുതുക്കത്തിന്റെ അനുഭവം, ഒരു വലിയ, ഒരു പുതിയ ഹല്ലേലൂയ നിയോഗം ലഭിച്ചവനായി ഏലിയാവ് ഓടാൻ തുടങ്ങി. പുതിയ നിയോഗം ലഭിച്ചവനായി ദൈവത്തിലേക്ക് അടുത്തു വരുന്ന, വാടി തളർന്നു പോയി ശൂന്യതയാണ് എന്ന് വിചാരിച്ച, നീ ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് വിചാരിച്ച നീ ദൈവത്തിലേക്കാണോ കടന്നു വന്നിരിക്കുന്നത്? വിശ്വാസമുണ്ടോ? പ്രത്യാശയുണ്ടോ? ഒരു പുതിയ അനുഭവത്തിലേക്ക്, പുതിയ ചില നിയോഗങ്ങളിലേക്ക് ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ കരം പിടിച്ച് ഉയർത്താൻ പോവുക, നിന്നെ വഴി നടത്താൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസ്ഥാനിൽ മുട്ടുമടക്കാത്തവരുടെ ജീവിതം എന്താണെന്ന് അറിയാം? അവർ ദുർബലരായിപ്പോവും. ഈ പകലിനെ കേൾക്കുന്ന ദൈവവേദനയെ കർത്താവിന്റെ സ്ഥാനിലേക്ക് മുട്ടുമടക്കണം, ദൈവത്തിലേക്ക് ഒന്ന് താണിറങ്ങിയിരിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, കർത്താവ് നിന്നെ വഴി നടത്തും. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. അപ്പോ മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ദൈവം നിന്നെ ആത്മീയത്തിലും ഭൗതികത്തിലും ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും, ദൈവത്തിന്റെ താണിരുന്നാൽ. നാലാമത്തെ വിഷയം പറയുകയാണ്, യാക്കോബിന്റെ ലേഖനം 4 അധ്യായം 7-8 വാക്യങ്ങൾ പറയുകയാണ്, പാപവും ബന്ധനങ്ങളും തകർന്നു മാറും. പാപത്തിന്റെ ബന്ധനങ്ങൾ, പിശാചിന്റെ ബന്ധനങ്ങൾ തകർന്നു മാറും. യാക്കോബിന്റെ ലേഖനം 4 അധ്യായം 7-8 വാക്യങ്ങൾ. യാക്കോബിന്റെ ലേഖനം 4 അധ്യായം 7-8 വേദഭാഗം. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് കീഴടങ്ങണം, ദൈവത്തിനെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം, നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, കർത്താവ് നിങ്ങളെ മാനിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു ചെല്ലുന്നവനെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നവനെ, ദൈവത്തിന്റെ പാദപീഠം എന്ന് പറയുന്നത് ഒരു വലിയ ഡെലിവറൻസ് നടക്കുന്ന മേഖലയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എൻ്റെ കർത്താവിന്റെ പാദപീഠം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഡെലിവറൻസ് നടക്കുന്ന സ്ഥലമാണ്. വിശ്വസിക്കാമോ? ഈ പകൽ വിശ്വസിക്കാമോ? എൻ്റെ കർത്താവിന്റെ പാദപീഠം എന്ന് പറയുന്നത് ഒരു വലിയ ഡെലിവറൻസ് നടക്കുന്ന സ്ഥലമാണ്. പാപത്തിന്റെ, ഹല്ലേലൂയ, ബന്ധനങ്ങളുടെ മേലുള്ള ഡെലിവറൻസ്. ഇതൊക്കെയാണ് വചനം എന്താ നമ്മളോട് പറയുന്നത്? ദൈവത്തോട് അടുത്തിയാണ്, ശത്രുക്കൾ നിന്നെ വിട്ട് ഓടിപ്പോവും, പിശാച് നിന്നെ വിട്ട് ഓടിപ്പോവും. ഇല്ല, എല്ലാ പിശാച് കൊണ്ടിടുന്ന എല്ലാ ബന്ധനവും, അത് രോഗമായിക്കോട്ടെ, നിരാശയായിക്കോട്ടെ, മാനസിക വൈകാരിക തലങ്ങളിൽ പിശാച് കൊണ്ടിടുന്ന വെല്ലുവിളികളായിക്കോട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ, ബാധ്യതകളായിക്കോട്ടെ, ഭാവിയുമായി ബന്ധപ്പെട്ട എന്തു തന്നെ ആയിക്കോട്ടെ, ദൈവസന്നിധിയിലേക്ക് നീ കടന്നു വന്നാൽ അതൊക്കെ ഉരുകി മെൽറ്റായി ഇല്ലാതെയായി ഡെലിവറൻസ് നടക്കുന്ന സ്ഥലമാണ് ദൈവവേദനയെ. ഈ നല്ല സമയം കർത്താവിന്റെ സന്നിധിയിലാണോ നീ ആയിരിക്കുന്നത്? കർത്താവിന്റെ പാദപീഠത്തിലേക്കാണോ നീ ആയിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുക,
അവിടെ ഡെലിവറൻസ് ഉണ്ട്. എൻ്റെ സകല ഭാരവും ബന്ധനങ്ങളും പാപവും അവിടെ മെൽറ്റായി പോവും, അവിടെ ഉരുകിത്തീരും. നീ അനുഗ്രഹിക്കപ്പെട്ട പൈതലായി മാറും. നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി, അനുഗ്രഹിക്കപ്പെട്ടവളായി, അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. എൻ്റെ കുടുംബവും കുടുംബജീവിതവും അനുഗ്രഹമായി തീരും. അവർക്ക് ഞാൻ പറയുന്ന വിഷയം മനസ്സിലാവുന്നുണ്ട്? നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാമത്തെ വാക്യം. പാപിനിയായ സ്ത്രീ കർത്താവിന്റെ പാദപീഠത്തിങ്കിലേക്ക് അവൾ വീണു. കർത്താവിന്റെ പാദപീഠത്തിങ്കിലേക്ക് അവൾ വീണു. ആളുകൾ കൊല്ലാൻ ഓടിച്ചതാ, കല്ലെറിഞ്ഞ് കൊല്ലാൻ ഓടിച്ചത്. സംഭവിച്ചത് എന്താ? ഒന്നാമത്തെ വിഷയം, അവൾക്ക് ക്ഷമ ലഭിച്ചു. ദൈവം അവളോട് ക്ഷമിച്ചു. അവളുടെ പാപത്തെ, അവൾ ചെയ്ത പാപത്തെ ദൈവം അവളോട് ക്ഷമിച്ചു. ദൈവത്തിന്റെ പാദപീഠത്തിങ്കിലേക്ക് ഒന്ന് കടന്നു വന്നാൽ ദൈവം നിങ്ങൾക്ക് ക്ഷമിക്കുമെന്ന. കഴിഞ്ഞ നാളുകളിൽ കർത്താവ്, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ പാപിയായിപ്പോയി, പാദപീഠത്തിങ്കലേക്ക് കൊണ്ട് കടന്നു വാ, നിന്നോട് ക്ഷമിക്കും. കർത്താവ് നിന്നോട് ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വിഷയം, ഭയം പോയി. പൂർണ്ണമായും ഭയം മാറിപ്പോയി. ആളുകൾ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി വന്നവളാണ്. യേശുവിന്റെ പാദപീഠത്തിങ്കിലേക്ക് വന്നപ്പോൾ അവൾക്ക് ഭയം മാറിപ്പോയി. യേശു അവളുടെ പാപം ക്ഷമിച്ചപ്പോൾ ഒരാൾ പോലും അവളെ തൊടാനില്ല, ഒരാൾ പോലും അവളെ വിധിക്കാനില്ലായിരുന്നു. അവർ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവിനോട് ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി മേലിൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. ശത്രുവിന്റെ ബലത്തെ ഞാൻ ഭയപ്പെടുകയില്ല, അവന്റെ ആയുധത്തെ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിനോട് ക്ഷമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്നാൽ പുതിയ ചില തിരിച്ചറിവുകൾ നിന്റെ ജീവിതത്തിൽ ലഭിക്കും. പുതിയ ചില തിരിച്ചറിവുകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനിടയായി. ആ പാദപീഠത്തിലേക്ക് ഒന്ന് കടന്നു വേണം, ആ പാദപീഠത്തിലേക്ക് ഒന്ന് ചേർന്നിരിക്കണം. തിരിച്ചറിവുകൾ വ്യക്തമാകുവാൻ, വെളിപ്പെടുവാൻ കാരണമായി തീരും. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവസ്ഥനിൽ മുട്ടുമടക്കുന്നവരുടെ മേൽ പൈശാചികമായ അധികാരം നിലനിൽക്കില്ല. പ്രൈസ് ദി ലോർഡ്. പൈശാചികമായ അധികാരങ്ങൾ നിലനിൽക്കുകയില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിച്ച് ആമേൻ പറയും? ഞാൻ എൻ്റെ കർത്താവിന്റെ പാദപീഠത്തിൽ നിൽക്കുന്നത് കൊണ്ട് പിശാചിനെ തൊടുകയില്ല, പിശാചിന്റെ തന്ത്രം എന്നെ തൊടുകയില്ല. വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടുകയാണ്. കർത്താവിന്റെ കൃപ നിന്റെ മേൽ വെളിപ്പെടുകയാണ്. വ്യാപരിക്കുക, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുക. വിശ്വാസം പ്രഖ്യാപിച്ച ദൈവത്തിലെ എൻ്റെ ജീവിതം മാറാൻ പോകുക, എൻ്റെ ജീവിതം മാറാൻ പോകുക. ഒരു വലിയ അനുഗ്രഹത്തിലേക്ക്, ഒരു വലിയ നന്മയിലേക്ക് ആ പരിശുദ്ധ സാന്നിധ്യം നിന്റെ മേൽ വ്യക്തമായി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. അടുത്ത 5-ാമത്തെ ഗുണം, ഹല്ലേലൂയ. 4-ാമത്തെ ഗുണം നമ്മൾ എന്താണ് പറഞ്ഞത്? 4-ാമത്തെ ഗുണം പറഞ്ഞത് സകല പാപത്തിന്റെ ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. 5-ാമത്തെ ഗുണം പറയുകയാണ് ദൈവം. വായിക്കാം നമുക്ക്. യിരെമ്യാ പ്രവാചകൻ 33-ാം അധ്യായം 3-ാമത്തെ വാക്യം. 33-3 അവിടെ പറയുകയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ വലിയതും അഘോചരമായതുമായ കാര്യം ഞാൻ നിന്നെ വെളിപ്പെടുത്തും. യിരെമ്യാ പ്രവാചകൻ 33-3 പറയുക, എന്നെ നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ വലിയതും അഘോചരമായ കാര്യങ്ങളെ. ദൈവത്തിന്റെ പ്ലാനുകൾ വെളിപ്പെടും. നമ്മൾ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നത്, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ, ആ മർമ്മങ്ങളൊക്കെ വെളിപ്പെടും. വചനത്തിലൂടെ ആയിക്കോട്ടെ, വെളിപ്പാടുകളിലൂടെയും ദർശനങ്ങളിലൂടെയും ആയിക്കോട്ടെ, ദൈവത്തിന്റെ വാക്കുകൾ പ്രവചന ശബ്ദത്തിലൂടെ ആയിക്കോട്ടെ, എന്തു തന്നെയാണ് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ നിനക്ക് വെളിപ്പെടും. ദൈവം ചിന്തിക്കുന്നത്, ദൈവത്തിന്റെ പ്ലാനുകൾ, ദൈവത്തിന്റെ പദ്ധതികൾ നിനക്ക് വേണ്ടിയുള്ളത്, ദൈവം നിനക്ക് വേണ്ടി കരുതിയ, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള മർമ്മങ്ങൾ, നന്മകൾ, ദൈവത്തിന്റെ പദ്ധതികൾ, പ്ലാനുകൾ വെളിപ്പെട്ടു വരുമെന്ന് എത്ര പേര് വിശ്വസിച്ച് ആമേൻ പറയും? ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾ നിന്റെ മേൽ വെളിപ്പെടുമെന്ന്. ദൈവമക്കളെ, ദൈവത്തിന്റെ പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല, പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ്. ഒരു പക്ഷേ നിന്നിൽ നിന്ന് പോലും മറച്ചു വെച്ച ദൈവം നിനക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി ഒരുക്കുന്നുണ്ട്. കൃത്യമായ സമയത്ത് അവൻ നിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു തരും. ആ പദ്ധതി നിന്റെ മുൻപിൽ വെളിപ്പെടണോ? മർമ്മങ്ങൾ വെളിപ്പെടണോ? അഘോചരമായ നിഗൂഢമായ വിഷയങ്ങൾ നിനക്ക് വെളിപ്പെട്ടു വരണമോ? നീ ആ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് അടുത്തുവാ. കർത്താവിന്റെ പാദപീഠം എന്ന് പറയുന്നത് ഹല്ലേലൂയ വെളിപ്പാട് ലഭിക്കുന്ന പാദപീഠമാണ്.
മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെട്ടു വരും. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെട്ടു വരും. അതിനെ കണ്ട് മുൻപോട്ട് സന്തോഷത്തോടെ ജയജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ആ മറഞ്ഞിരിക്കുന്ന നന്മകൾ വെളിപ്പെട്ടു വരുമ്പോൾ അതിനെ കണ്ട് സന്തോഷിച്ച് ജീവിക്കാൻ പ്രത്യാശയോടെ, വിശ്വാസത്തോടെ. മനസ്സിലോ? മോശ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോയി. സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാം? ദൈവം പുതിയൊരു നിയമം അവൻ എഴുതി കൊടുത്തു. എന്തു ചെയ്യണമെന്നും എന്ത് ചെയ്യരുത്, വളരെ കൃത്യമായൊരു നിയമം ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്തു. ജനത്തെ നയിക്കുവാനുള്ള കൃപയും ശക്തിയും ബുദ്ധിയും പരിജ്ഞാനവും ദൈവം മോശയ്ക്ക് കൊടുത്തു. ഭാഗം പറയുക, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കാം, ആ ഒരു മിടുപ്പ് കേൾക്കാം. മോശയ്ക്ക് ഒരു വലിയ ഭാഗ്യം ലഭിച്ചു, ദൈവത്തോടൊന്ന് ചേർന്നിരിക്കുക. മക്കളെ, ദൈവസ്ഥയിൽ മുട്ടുമടക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറും, ജീവിത സാഹചര്യങ്ങൾ മാറും. ദൈവം ചില പുതിയ നിയമങ്ങൾ നിനക്ക് തരും, പുതിയ ചില നിയമങ്ങൾ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. മുൻപോട്ട് നയിക്കുവാനുള്ള എനർജി, ബലം അവർക്ക് നിനക്ക് നൽകി തരും. അവർക്ക് വിശ്വാസമുണ്ട്, എൻ്റെ ദിശ എൻ്റെ കർത്താവ് എനിക്ക് കാണിച്ചു തരും, ഞാൻ കടന്നു പോകേണ്ടുന്ന മേഖലകൾ എൻ്റെ കർത്താവ് എനിക്ക് കാണിച്ചു തരും. അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നരുളുന്നവൻ എനിക്ക് വേണ്ടി അത്ഭുത വഴികളെ ചെയ്തു തരുമെന്ന് ഈ പകലിൽ നമുക്ക് ആത്മാർത്ഥമായി വിശ്വാസത്തോടുകൂടി പ്രഖ്യാപിക്കാം. അഞ്ചാമത്തെ വിഷയം പറയുക, ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ പ്ലാനുകൾ നമുക്ക് വെളിപ്പെട്ടു വരും. ആറാമത്തെ ഗുണം പറയുക, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു വരും. സങ്കീർത്തനം 34:10 പറയുക, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക്, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ല. സങ്കീർത്തനം 34:10 പറയുക, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഞാൻ പറയാം, നിന്റെ ദൈവത്തിന്റെ ദൈവിക അനുഗ്രഹങ്ങൾ നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരും. അസ്വർഗീയ ഭണ്ഡാരത്തിന്റെ വാതിൽ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നു തരും. ആ വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ വാതിൽ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നു തരും. ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എങ്ങനെയാ? കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഹന്നയൊന്ന് മുട്ടുകുത്തി തലമുറയ്ക്ക് വേണ്ടി തന്നെ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഹന്നയുടെ പ്രാർത്ഥന ദൈവശബ്ദം വെളിപ്പെട്ടു, ദൈവത്തിന്റെ വാഗ്ദത്തം അവളുടെ മേൽ വെളിപ്പെട്ടു. അവൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ ഹന്നയുടെ ഹൃദയം തുറന്നു. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തെ തുറപ്പാനിടയായി, നീ ഹൃദയം കൊണ്ട് ദൈവത്തിൽ സംസാരിപ്പാനിടയായി, നിന്റെ ഹൃദയവുമായി ദൈവത്തിൻ്റെ അഭേദ്യമായി ബന്ധം പുലർത്താനിടയായി. ദൈവം വാഗ്ദത്ത സന്തതിയെക്കുറിച്ച് ദാൻ മുതൽ ബേർഷേബ വരെ ശക്തനായ ഒരു പ്രവാചകൻ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തനായ പ്രവാചകൻ ശമൂവേൽ, ദൈവം ദാനമായി, ഹന്നയ്ക്ക് ദാനമായി, ഹന്നയുടെ ഉദരത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഫലമായി ദൈവം ദാനമായി കൊടുത്തു. മക്കളെ, ദൈവസന്നിധിയിൽ മാന്യമായ, ജെന്യൂനായ പ്രാർത്ഥനയോടുകൂടി നടത്തിയ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആത്മീക അനുഗ്രഹങ്ങളാൽ, ഭൗതിക അനുഗ്രഹങ്ങളാൽ ദൈവം നിനക്ക് അത്ഭുത വഴികളെ തുറന്നു വരും. കർത്താവിന്റെ വചനം പറയുകയാണ്, ആറാമത്തെ ഗുണം പറയുക, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അവൻ നിന്നെ അനുഗ്രഹിക്കും, നിറയ്ക്കും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായിട്ടുണ്ട്? ഏഴാമത്തെ വിഷയം, അവസാനത്തെ വിഷയം പറയുക, ദൈവത്തിന്റെ സ്നേഹം വ്യക്തമായി തിരിച്ചറിയാൻ. മകൾ വിശ്വസിക്കുന്നുണ്ട്, ദൈവിക സ്നേഹം ഞാൻ തിരിച്ചറിയും. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം പറയുക, ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ ആത്മാവിനാൽ, ആ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുക, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുക. ഹല്ലേലൂയ. നിർവ്യാജമാകുന്ന സ്നേഹം, ഒരു കളങ്കമില്ലാത്ത സ്നേഹം. ദൈവത്തിന്റെ സന്നിധി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ പാദപീഠം എന്ന് പറയുന്നത് ഒരു നല്ല പിതാവിന്റെ, ഹല്ലേലൂയ, ഒരു മാറിടം പോലെ. ഹല്ലേലൂയ. എത്ര പേർക്ക്
ആ കർത്താവിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ യോഹന്നാനെപ്പോലെ ഒന്ന് ചേർന്നിരിക്കാൻ, നാം ഒന്ന് വീണുപോയാൽ, നാം ഒന്ന് തളർന്നു പോയാൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ആ പാദവൃത്തിങ്കിലേക്ക് ഒന്ന് കടന്നു ചെന്നട്ടെ. ഒരിക്കലും നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും ചൂണ്ടിക്കാണിച്ച് നമ്മളെ പരിഹസിക്കാനല്ല, നമ്മെ ചേർത്ത് നിർത്തി നമുക്ക് വേണ്ടി കരുതുവാൻ ആ ദൈവിക സാന്നിധ്യം നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവവേദലേ. തകർന്നു പോയ നിന്റെ ജീവിതത്തെ, മുറിവേറ്റ നിന്റെ ഹൃദയത്തെ ആ കർത്താവിൻ്റെ പാദവൃത്തിങ്കിലേക്ക് ഒന്ന് നീ വെക്കുമ്പോൾ അവൻ നിന്റെ മുറിവുകളെ കിട്ടും, നിന്റെ സങ്കടങ്ങളെ നിന്നിൽ നിന്ന് മാറ്റി. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, എൻ്റെ കർത്താവിൻ്റെ പാദവൃത്തിങ്കിലേക്ക് കടന്നു വരിക, എൻ്റെ തമ്പുരാൻ്റെ പാദവൃത്തിങ്കിലേക്ക് കടന്നു വരിക. ഒരു നിമിഷം പരിശുദ്ധയുമേ സ്വർഗീയ നല്ല കർത്താവെ, നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കർത്താവ് അത്ഭുതങ്ങളെ എൻ്റെ കർത്താവ് ചെയ്യണം. പാടുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും കർത്താവിൻ്റെ നീതി ഞങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നു. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം. വചനം കേട്ടതുപോലെ എൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് താണിരിപ്പാൻ, പാദപീഠത്തിലേക്ക് ഒന്ന് കടന്നു വരുവാൻ സ്വർഗം ഞങ്ങളെ അനുവദിച്ചതിനായി കാണുക. ഞങ്ങൾ പറയപ്പെട്ട 7 വിധ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ അടിയങ്ങളുടെ ശിരസിനുമേൽ അടിയങ്ങളുടെ കർത്താവെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സ്വർഗം പ്രാർത്ഥനകൾ യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടേതായ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിനു മേലും ഇന്നും എന്നേക്കും കാലാവസാനത്തോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലൈവിൽ പങ്കെടുത്ത ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ.